എല്ലാവർക്കും ദ വൺ ഇന്ത്യൻ ആർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത് ഈ മനോഹരമായ സീനറിയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ക്യാൻവാസിൽ സ്കെച്ച് ഇട്ടിട്ടുണ്ട്. ഇത് സ്ട്രെച്ച്ഡ് ക്യാൻവാസാണ്. ഞാൻ ഫ്ലാറ്റ് ബ്രഷാണ് ഇതിന് വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ യെല്ലോയുടെ 3 കളർ യൂസ് ചെയ്യുന്നുണ്ട്. Naples Yellow Hue, Lemon Yellow and Cadmium Yellow Medium. ഈ 3 കളറാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ വെള്ളവും ആകാശവും തമ്മിലുള്ള ഒരു സ്പ്ലിറ്റപ്പാണ്. സ്പ്ലിറ്റപ്പ് നിങ്ങൾക്ക് Naples Yellow Hue യൂസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു കുറച്ച് കാഡ്മിയം യെല്ലോയുടെ ചേർത്തിട്ട് ആ ബോർഡർ ചെയ്തെടുക്കാം. അത് സ്കൈയിൽ മൊത്തത്തിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. സ്കൈയിൽ ചെയ്യുമ്പം ബ്രഷ് ഇങ്ങനെ ഒന്ന് റൗണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മേഘത്തിൻ്റെ ഒരു പാറ്റേൺ കിട്ടും. ബ്രഷ് ഇങ്ങനെ റൗണ്ട് ഓടിക്കുക. ജസ്റ്റ് റൗണ്ട് ഓടിക്കുമ്പോൾ ആ മേഘത്തിൻ്റെ ഒരു പാറ്റേൺ കിട്ടും. ഈ പോർഷനിൽ വൈറ്റ് പോർഷൻ ആ ഏരിയയിൽ നമ്മൾ കുറച്ച് അവിടെ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ പോർഷൻ കുറച്ച് വൈറ്റായിട്ട് ഇട്ടിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് സൈഡെല്ലാം ഒന്ന് ചെയ്യുക. അപ്പം കാണാനൊരു രസമായിരിക്കും നമ്മൾ എവിടെയെങ്കിലും വെക്കുമ്പോൾ. ഇല്ലെങ്കിൽ സൈഡ് വൈറ്റായിട്ടിരിക്കും. ഇനി നമുക്ക് മേഘങ്ങൾ ചെയ്യാം. ഒരു കുറച്ച് ഡാർക്കായിട്ടുള്ള അതിന് മേപ്പിൾ യെല്ലോ ആയിരിക്കും നല്ലത്. മാത്രം യൂസ് ചെയ്യുക. ആണെങ്കിൽ ഒരു ചെറിയൊരു ബ്ലാക്കിൻ്റെ ജസ്റ്റ് ഒരു ടച്ച് കൂടെ കൊടുക്കാം. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മേഘം ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഇച്ചിരി ഇങ്ങനെ ബ്രഷ് റൗണ്ടിൽ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മേഘത്തിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് പിന്നെ ഇനി അത് കുറച്ച് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വൈറ്റ് നമ്മൾ ഈ മേഘത്തിൻ്റെ ഔട്ടറിൽ ജസ്റ്റ് ഒരു ഫോഗ് പോലെ ഒന്ന് കൊടുക്കുക. ഫോഗ് പോലെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേളിൽ ആ ലൈറ്റ് ഈ മേഘത്തിലോട്ട് അടിക്കുമ്പോൾ ഒരു പ്രകാശമുണ്ടല്ലോ, ആ ഒരു പ്രകാശം നമ്മൾക്ക് ആ മേഘത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് വൈറ്റിൻ്റെ ഒരു പോർഷൻ നമ്മൾ കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ ഒരു സെപ്പറേഷനാണ്. ഈ ലൈറ്റ് വീഴുന്ന പോർഷനിൽ നമുക്ക് വെള്ളത്തിൻ്റെയും ഒരു സെപ്പറേഷൻ നമുക്ക് കാണാൻ കഴിയും. ദൂരെ നിന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു സെപ്പറേഷൻ കാണാൻ പറ്റും. നമുക്ക് ലൈറ്റ് വന്ന് വീഴുന്ന അത് ആ ഒരു ജസ്റ്റ് ഒരു ലൈനിങ് നമുക്കവിടെ കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ പോർഷനാണ്. മേഘം നമ്മൾ ബ്രഷ് റൗണ്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം ചെയ്യുമ്പം എപ്പോഴും നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് വെള്ളത്തിൻ്റെ ഓളം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ ലൈൻ പോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ബ്രഷിൻ്റെ മൂവ്മെൻറ്റ് ലെഫ്റ്റ് റൈറ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ മുകളിലത്തെ പോർഷനിൽ കുറച്ച് ലൈറ്റ് വീഴുന്ന ഒരു പോർഷനാണ് നമ്മൾ കാണിക്കുന്നത്. ആ ലൈറ്റ് വീഴുന്ന പോർഷൻ നമുക്ക് ഇച്ചിരി വൈറ്റ് യൂസ് ചെയ്തിട്ട് ഒന്ന് തെളിച്ച് കൊടുക്കാം. അതായത് അതിൻ്റെ ആ ലൈറ്റ് റേസ് വീഴുന്നതായിട്ടാണ് ഞാൻ ഈ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്നത്. ലൈറ്റ് റേസ് മേഘങ്ങൾക്കിടയിലൂടെ ആ ലൈറ്റിൻ്റെ ഒരു റേസ് നമ്മൾ വരുന്നതായിട്ടാണ് നമ്മളവിടെ കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് വൈറ്റ് എടുത്തിട്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള മേഘങ്ങൾ, നമുക്കറിയാമല്ലോ ലൈറ്റ് വന്ന് വീഴുമ്പം മേഘത്തിൻ്റെ മുകളിലൊരു വൈറ്റ് ഒരു ബ്രൈറ്റ് ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ ആ വൈറ്റ് കൊണ്ടിട്ട് മേഘത്തിൻ്റെ എല്ലാം ടോപ്പ് പോർഷൻസ് ഒന്ന് വൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ അത് കാണാനൊരു ലൈറ്റ് വന്ന് വീണിട്ട് ഒരു പ്രകാശമുള്ളതിൻ്റെ കൂട്ട്. എന്നിട്ട് മേഘത്തിൻ്റെ ഇടയ്ക്കൂടൊക്കെ കുറച്ച് ലൈറ്റ് വെളിയിലോട്ട് വരാറുണ്ട് അല്ലേ. അപ്പോൾ അത് ആ പോർഷനും നമുക്കൊന്ന് ഇച്ചിരി ഒന്ന് വൈറ്റാക്കി കൊടുക്കാം. എന്നിട്ട് ഇനി നമ്മൾ അതായത് ഇതൊരു കായലിൻ്റെ പോർഷനാണ്. കായലിൻ്റെ അങ്ങ് ദൂരെ കുറേ ചെടികൾ അല്ലെങ്കിൽ അപ്പുറത്തെ കര വളരെ ദൂരത്തിൽ കാണുന്നതായിട്ടാണ് നമ്മളവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ചെടികൾ നിൽക്കുന്ന ആ ഒരു പ്രതീതി കൊടുക്കുകയാണ്. പിന്നെ ലെഫ്റ്റിൽ കുറച്ച് നമുക്ക് അടുത്തായിട്ട് ലെഫ്റ്റിൽ ഒരു ചെറിയ മരങ്ങളുടെ ഒരു കൂട്ടം നിൽക്കുന്നുണ്ട്. അത് ബ്ലാക്ക് യൂസ് ചെയ്തിട്ട്
നമുക്ക് മരങ്ങളുടെ കൂട്ടം നമുക്ക് കൊടുക്കാം. ഇനി റൈറ്റ് സൈഡിൽ ഈ അങ്ങ് ദൂരെ കാണുന്ന മരങ്ങളുടെ പോർഷനും നമ്മൾ അടുത്ത് കണ്ട മരങ്ങളുടെ പോർഷനും ഇടയിലായിട്ട് റൈറ്റിൽ ഒരു മരത്തിൻ്റെ ഒരു ഏരിയ കൊടുക്കാവുന്നുണ്ടെങ്കിൽ, മരക്കൂട്ടത്തിൻ്റെ ഒരു ഏരിയ കൊടുക്കാവുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് വെള്ളത്തിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ആ റിഫ്ലക്ഷൻ കൊടുക്കണം. ആ റിഫ്ലക്ഷനാണ് ഞാൻ ജസ്റ്റ് കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ആ വെള്ളത്തിന് റിഫ്ലക്ഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ആ ഒരു സെപ്പറേഷൻ, മേളിൽ നിന്നുള്ള ലൈറ്റ് നമുക്ക് ആ വെള്ളത്തിൻ്റെ ദൂരെ നമുക്കൊരു ഒരു ലൈറ്റ് വീഴുന്ന പ്രതീതി നമുക്ക് കാണാറുണ്ട്. അതായത് കായലിൻ്റെ അങ്ങേ തലക്കിൽ ഒരു ലൈറ്റിൻ്റെ ഒരു ലൈൻ വീഴുന്നതായിട്ട്, ആ ലൈറ്റിൻ്റെ ലൈറ്റ് വീഴുന്നതായിട്ട് നമ്മൾ ജസ്റ്റ് വൈറ്റ് ഒരു ലൈനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് വീഴുന്ന ഒരു എഫക്റ്റ് നമുക്ക് ദൂരെ കിട്ടും. എന്നിട്ട് റൈറ്റ് സൈഡിലെ മരങ്ങൾക്ക് ഒരു റിഫ്ലക്ഷൻ കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ മുകളിൽ നിന്നുള്ള ലൈറ്റ് നമ്മൾ താഴെ ഒരു റിഫ്ലക്ഷനായിട്ട് കൊടുക്കുകയാണ്. അതിന് വൈറ്റ് ഒരു കൊടുക്കുക. താഴെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കാഡ്മിയം യെല്ലോ ആണ്. അതാണ് കുറച്ച് ബ്രൈറ്റ് യെല്ലോ. കാഡ്മിയം യെല്ലോയും കുറച്ച് ലെമൺ യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ബോട്ടം പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ബ്രൈറ്റ്നെസ് അവിടെ ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് വൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ എഡ്ജസ് ലെമൺ യെല്ലോ യൂസ് ചെയ്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കാഡ്മിയം യെല്ലോയിൽ കുറച്ച് ബ്ലാക്ക് ഇട്ടിട്ട് ആ ബ്ലാക്ക് ഒന്ന്, അതായത് വെള്ളത്തിലെ ഒരു റിഫ്ലക്ഷൻ, നമ്മൾ വെള്ളത്തിലോട്ട് നോക്കുമ്പോൾ ഒരു റിഫ്ലക്ഷൻ നമ്മൾ കാണാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലാക്കും നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു ഷെയ്ഡ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ബോട്ടിൻ്റെ പോർഷനാണ്. ഞാൻ തിരിച്ചു വെച്ച് വരയ്ക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ബോട്ടിന് കെയറുമാണ്. നമുക്ക് കുറച്ച് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈഡിലോട്ട് ആ ബോട്ട് വെച്ച് വരയ്ക്കുമ്പോഴാണ്. അതിൻ്റെ റിഫ്ലക്ഷനൂടെ ഞാൻ വരച്ചു. 2 പോർഷനും വരയ്ക്കുക. എന്നിട്ട് ആളിനെ വരച്ചിട്ട് ആളിൻ്റെ ഒരു റിഫ്ലക്ഷനും കൂടി വരയ്ക്കുക. ബ്ലാക്ക് കുറച്ച് ടൈറ്റായിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് ആ തോണി തുഴയുന്ന ഒരു കമ്പിൻ്റെ 2 റിഫ്ലക്ഷൻ, ആ റിഫ്ലക്ഷൻ കറക്റ്റായിരിക്കണം. നമ്മൾ 2 സൈഡിൽ നിന്നുള്ള റിഫ്ലക്ഷൻ ഒന്ന് നോക്കിയിട്ട് ഏതാണ്ട് ഒരേപോലെ ഇരിക്കത്തക്ക രീതിയിൽ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇനി ചീനവലയാണ്. ചീനവല ജസ്റ്റ് ആ കേർവ് ലൈൻ ഇങ്ങനെ കേർവ് ചെയ്തിട്ട് 2-4 ഇങ്ങനെ കമ്പിൽ നെറ്റ് ഹാങ് ചെയ്ത് കിടക്കുന്നതായിട്ടാണ് ചീനവലയുടെ ഒരു പൊസിഷനുള്ളത്. അപ്പോൾ മെയിൻ ഇത് മുളങ്കമ്പാണ്. മെയിൻ കമ്പ് കുറച്ചൊന്ന് തിക്കായിട്ട് കൊടുക്കുക. എന്നിട്ട് നെറ്റ് ഇങ്ങനെ നമുക്ക് ബ്ലാക്കിൽ ചെയ്തിട്ട് പിന്നീട് ജസ്റ്റ് ഒരു വൈറ്റ് വെച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ ഒന്ന് ഓടിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെറ്റ് നമുക്കിങ്ങനെ റിയൽ നെറ്റ് കിടക്കുന്ന പോലെയൊക്കെ തോന്നും. മുളങ്കമ്പ് ഇങ്ങനെ കൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്ന പോലെയൊക്കെ ഉള്ള ഒരു ഫീല് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ നെറ്റ് ഇട്ടിരിക്കുന്നത് നമുക്ക് കണ്ടാൽ അറിയാം. ഈ കമ്പുകൾ ഇങ്ങനെ കൂട്ടിക്കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. പിന്നീട് ആ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ടോപ്പിൽ കുറച്ച് റിഫ്ലക്ഷൻ പോലൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കൊള്ളാം. ഇനി വെള്ളത്തിലുള്ള ചെറിയ ഓളങ്ങളാണ് നമ്മൾ ജസ്റ്റ് വരച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അങ്ങിങ്ങായിട്ട് കുറച്ചൊന്ന് ഒരു കേർവ്ഡ് ലൈൻ പോലൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ദൂരെ ഒരു ചെറിയൊരു വെള്ളവും 2 ആൾക്കാരെയും കൂടെയൊക്കെ ഞാൻ ജസ്റ്റ് വരച്ചു കൊടുത്തതാണ്. ആ ഡെപ്ത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ചു കൊടുത്തതാണ്. ഇത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇനി റിഫ്ലക്ഷനാണ്. നമ്മുടെ ചീനവലയുടെ റിഫ്ലക്ഷൻ നമ്മുടെ വെള്ളത്തിൻ്റെ ഓളത്തിന് തുല്യമായിട്ട് അങ്ങനെ ഒരു സിക്സാഗായിട്ട് ഉള്ള രീതിയിൽ കണ്ണീവനായിട്ട് വരച്ചു കൊടുക്കുന്നത് അത് കാണാനൊരു അട്രാക്ഷനായിരിക്കും. എന്നാൽ ജസ്റ്റ് ആ ഓളങ്ങളുടെ ഒരു ഫീല് അങ്ങിങ്ങായിട്ട് വെള്ളത്തിൻ്റെ മൊത്തത്തിലൊരു ഓളങ്ങളുടെ ഒരു ഫീല് കൊടുക്കുക. അപ്പോൾ അത് കുറച്ചുകൂടെ കൊടുക്കും. മൊത്തത്തിൽ നമ്മുടെ വർക്ക് ഫിനിഷായിട്ടുണ്ട്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വരയ്ക്കുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഈ സ്ട്രെച്ചഡ് ക്യാൻവാസ് ട്രൈപോഡ് ഈസർ സ്റ്റാൻഡോട് കൂടിയിട്ടാണ് വരുന്നത്. അത് നമുക്ക് നമ്മുടെ ടേബിൾ ടോപ്പിൽ വെക്കാൻ പാകത്തിനുള്ള ഒരു ഡിസൈനാണ്. വളരെ ക്യൂട്ടാണ് കാണാനായിട്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.